പേവിഷബാധ മൂലമുള്ള മരണം ഈ അടുത്ത് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അശ്രദ്ധ മൂലവും അതിനുള്ള കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ മൂലമായിരിക്കാം പല ആളുകളിലും ഈ ഒരു അസുഖം വരുന്നത്. ഒന്ന്, നമ്മൾ പട്ടി പൂച്ച കടിക്കുകയോ, പട്ടിപ്പൂച്ച മാത്രമല്ല മാമൽസ് ആയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്, അതിൻ്റെ കടിക്കുകയോ ആന്തുകയോ നമ്മുടെ മുറിവിൽ നക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതുവഴി ഈ പേവിഷബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു പ്രതിരോധം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് പട്ടി കടിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ എവിടെയാണെങ്കിലും ഉടൻ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യുക. അതൊരു 10 മിനിറ്റെങ്കിലും വാഷ് ചെയ്യാമെങ്കിൽ ആ വൈറസിൻ്റെ പ്രസൻസ് അവിടെ നിന്ന് തീർച്ചയായിട്ടും വളരെയധികം കുറയും. അതിന് പകരം ഞാൻ വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് ബീറ്റാഡിനിട്ടേ വാഷ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഡെറ്റോൾ ഇട്ടേ കഴുകുന്നുള്ളൂ എന്നൊന്നും പറഞ്ഞൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒഴുകുന്ന വെള്ളത്തിൽ വാഷ് ചെയ്യുക. സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതാണ് ഫസ്റ്റ് എയ്ഡ്. അതിനുശേഷം ഇനി മുറിവിൻ്റെ കാറ്റഗറൈസേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പോലും ചെറിയൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ചോര പൊടിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വാക്സിൻ എടുക്കേണ്ടതാണ്. ചോര പൊടിഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് വാക്സിൻ എടുക്കേണ്ടതെന്നല്ല. ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ, മൈനർ അബറേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ടുള്ള വാക്സിൻസ് എടുക്കേണ്ടതാണ്. അത് പല ടൈപ്പ് ഓഫ് വാക്സിൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഡോഗ് ബൈറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കെയർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോഗ് ബൈറ്റ് കാരണമുള്ള റാബീസ് എന്ന് പറഞ്ഞ രോഗത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.